ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എവിടെയും പാലക്കാടും സുരേന്ദ്രനും കൃഷ്ണകുമാറും BJPയും ഒക്കെ തന്നെയാണ് ചർച്ച. ഇപ്പോൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ BJPയിൽ ശക്തമായ രൂപത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പരമുള്ള ഭിന്നിപ്പുകളും വിമർശനങ്ങളും അങ്ങനെ ആകെ കൂടെ ഒരു ജഗപുക പൊട്ടിത്തെറിയാണ് തുടരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെതിരെയാണ് പാലക്കാട് ചുമതലയുണ്ടായിരുന്ന രഘുനാഥിനെതിരെയും സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെയും വിമർശനവുമായി ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. തോൽവിയിൽ നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾ തള്ളിയിട്ടാണ് ശിവരാജന്റെ വിമർശനം. തോൽവിയുടെ ഉത്തരവാദിത്വം സുരേന്ദ്രനാണ്, അത് കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കേണ്ട. പ്രഭാരി രഘുനാഥ് AC മുറിയിൽ കഴിയുകയായിരുന്നു. രഘുനാഥിനെ പ്രഭാരി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് 6 മാസം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നെന്നും പ്രഭാരിയുടെ ജോലി AC റൂമിൽ ഉറങ്ങലല്ലെന്നും ശിവരാജൻ പറഞ്ഞു. കൗൺസിലർമാരല്ല തോൽവിക്ക് കാരണം. വോട്ട് കുറഞ്ഞതിന്റെ കാരണം കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് ചോദിക്കണം. സ്വന്തം വാർഡിൽ പോലും ജയിക്കാനാകാത്ത ആളാണ് രഘുനാഥ്. എന്റെ ആസ്തി പരിശോധിക്കാം, കൃഷ്ണകുമാറിന്റെ ആസ്തി പരിശോധിക്കണം, തനിക്ക് വസ്തുക്കച്ചവടമില്ലെന്നും ശിവരാജൻ പറഞ്ഞു. അതേസമയം തോൽവിയിൽ ഉയർന്ന വിമർശനങ്ങളിൽ പരസ്യ പ്രതികരണത്തിന് ഒരുങ്ങുകയാണ് BJP കൗൺസിലർമാർ. നഗരസഭാ ചെയർമാൻ പ്രമീള ശശിധരൻ ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തോൽവിയുടെ ഉത്തരവാദിത്വം കൗൺസിലർമാരുടെ തലയിൽ കെട്ടിവെക്കുന്നതിന്റെ പ്രതിഷേധം അറിയിക്കാനാണ് കൗൺസിലർമാരുടെ തീരുമാനം. സ്വന്തം ഭാര്യയുടെ വാർഡിൽ പോലും വോട്ട് കുറഞ്ഞത് എങ്ങനെ എന്നാണ് കൗൺസിലർമാരുടെ ചോദ്യം. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് K. സുരേന്ദ്രൻ പറയുന്നു. പാലക്കാട്ടെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് K. സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചത്. രാജിവെക്കേണ്ടതില്ല എന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചതായി സുരേന്ദ്രൻ പക്ഷം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ശോഭാ സുരേന്ദ്രനെതിരെ ഗൗരവമേറിയ ആരോപണവും K. സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന 18 നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് ജയസാധ്യത അട്ടിമറിച്ചു എന്നാണ് K. സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കണ്ണാടി മേഖലയിൽ വോട്ട് മറിച്ചുവെന്നും സുരേന്ദ്രൻ പക്ഷം ആരോപിക്കുന്നു. കച്ചവടക്കാർക്കുള്ള യൂസർ ഫീ 300 രൂപയിൽ നിന്ന് 100 രൂപയായി കുറയ്ക്കണം എന്ന നിർദ്ദേശം നഗരസഭാ അധ്യക്ഷ തള്ളി. സ്മിതേഷ്, മീനാക്ഷി, ദിവ്യ, സാബു തുടങ്ങിയ നഗരസഭാ കൗൺസിലർമാർ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചതായും സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. സഹപ്രഭാരിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്നാണ് സുരേന്ദ്രന്റെ ആവശ്യം. A+ മണ്ഡലത്തിലെ കനത്ത പരാജയത്തിന് പിന്നാലെ പാലക്കാട് BJPയിൽ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് പലയിടങ്ങളിൽ നിന്നായി വിമർശനം കടുക്കുമ്പോഴാണ് ഈ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ച് രംഗത്ത് വരുന്നത്. മികച്ച സാധ്യതയുള്ള ശോഭാ സുരേന്ദ്രന് പകരം C. കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നത് ശരിയായില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. 2016 ശോഭാ സുരേന്ദ്രൻ നേടിയ 40,000 വോട്ട് ഇക്കുറി 37,000 ചുരുങ്ങുകയും ചെയ്തു. എന്നാൽ K. സുരേന്ദ്രനെതിരെ ആഞ്ഞടിച്ച് BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ സുരേന്ദ്രന്റെ രാജ്യസന്നദ്ധത രാഷ്ട്രീയ നാടകമാണെന്നും രാജ്യസന്നദ്ധ അറിയിക്കുന്നതിന് പകരം രാജിവെച്ച് പുറത്തു പോകുകയാണ് വേണ്ടതെന്നും വാര്യർ പറഞ്ഞു. മാത്രമല്ല, കേരളത്തിലെ BJPയുടെ ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ കൈക്കോടാലിയാകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. V. മുരളീധരനോട് പെട്രോൾ വിലയെക്കുറിച്ച് ചോദിച്ചാൽ മതിയെന്നും സന്ദീപ് പരിഹസിച്ചു. നിലപാട് പറയേണ്ട സമയത്തൊക്കെ അഭിപ്രായം പറയാതിരുന്ന, ആത്മാഭിമാനമില്ലാതിരുന്ന കുറെ ആളുകൾ സംസ്ഥാന പ്രസിഡന്റിന്റെ കസേര മോഹിച്ച് ചില കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. രാജ്യസന്നദ്ധ അറിയിച്ചത് എങ്ങനെ രാജിവെക്കാതിരിക്കാമെന്നാണ് സുരേന്ദ്രൻ നോക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. രാജിവെക്കുകയാണ് വേണ്ടത്, സന്നദ്ധതയല്ല അറിയിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യസന്നദ്ധത പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് സന്ദീപ് കുറ്റപ്പെടുത്തി. രാജ്യസന്നദ്ധത അറിയിക്കുക എന്നത് BJPയിലില്ല. രാജിവെക്കാനാണെങ്കിൽ രാജിവെച്ച ശേഷം അറിയിക്കുകയാണ് വേണ്ടതെന്ന് സന്ദീപ് പറഞ്ഞു. K. സുരേന്ദ്രൻ തന്നെ BJPയെ നയിക്കണം, പാർട്ടിക്ക് തളർച്ചയുണ്ടാകുമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. V. മുരളീധരനോട് പെട്രോൾ വിലയെക്കുറിച്ച് മാത്രം ചോദിച്ചാൽ മതിയെന്നാണ് സന്ദീപ് പരിഹസിച്ചത്. സ്വന്തം പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുകയാണ് V. മുരളീധരൻ എന്ന് സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. എന്നാൽ ശോഭാ സുരേന്ദ്രനും 18 നഗരസഭാ കൗൺസിലർമാരും ചേർന്നാണ് BJP പാലക്കാട് തോൽപ്പിച്ചതെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ച ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് കേന്ദ്രത്തിനെ സുരേന്ദ്രൻ കൺവിൻസ് ചെയ്തു. തോൽവിയുടെ പേരിൽ രാജിവെക്കാൻ തയ്യാറാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞ പശ്ചാത്തലത്തിലാണ്
സന്ദീപ് വാര്യർ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നത്. അതേസമയം പാലക്കാട്ടെ തോൽവി അംഗീകരിക്കണമെങ്കിൽ കോൺഗ്രസ് ജയിച്ചത് സന്ദീപ് വാര്യർ വന്നതുകൊണ്ടാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയണമെന്ന് BJP തോറ്റ സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകനാണ് താനെന്നും ഒഴിഞ്ഞുമാറാൻ തയ്യാറല്ലെന്നും അദ്ദേഹം പറഞ്ഞു. താൻ കാരണമാണ് പരാജയപ്പെട്ടതെന്ന് പാർട്ടി പറയുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, തെറ്റുകൾ തിരുത്താനും തയ്യാറാണ്. എന്നാൽ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. സ്ഥാനാർത്ഥിയാകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, അതിനാരുടെയും ശുപാർശയ്ക്കും നടന്നിട്ടില്ല. പാർട്ടി തീരുമാനമനുസരിച്ചിട്ടാണ് മത്സരിച്ചതെന്നും സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പാർട്ടി സ്ഥാനാർത്ഥിയാകാൻ പറഞ്ഞപ്പോൾ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ സ്ഥാനാർത്ഥിയാകുക എന്നത് എന്റെ ഉത്തരവാദിത്വമാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്റെ കഴിവിന്റെ പരമാവധി സമയവും പ്രയത്നവും അതിനായി വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ബോധ്യം. അതിലെന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി പറയുകയാണെങ്കിൽ നടപടി ഏറ്റുവാങ്ങാൻ തയ്യാറുമാണ്. എന്നാൽ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഉന്നയിച്ച ആരോപണങ്ങൾക്കും കൃഷ്ണകുമാർ മറുപടി നൽകി. 2000-ൽ CPM കലാകാലങ്ങളായി ജയിച്ച വാർഡിൽ ഞാൻ ജയിക്കുന്നു. 2010-ൽ CPM 30 വർഷമായി ജയിച്ച വാർഡിൽ ജയിക്കുകയും 2015-ൽ അന്നത്തെ കോൺഗ്രസിന്റെ നഗരസഭാ ചെയർമാനെ പരാജയപ്പെടുത്തി വാർഡ് പിടിക്കുകയും ചെയ്തു. എന്നാൽ ആരോപണം ഉന്നയിച്ച സന്ദീപ് ഒരു പഞ്ചായത്ത് മെമ്പറെയെങ്കിലും ജയിപ്പിച്ചിട്ടുണ്ടോ? സന്ദീപ് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. ഒരു വാർഡ് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ സന്ദീപ് ചങ്കൂറ്റം കാണിക്കാതിരുന്നത് എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. സന്ദീപ് വാര്യർ വന്നതുകൊണ്ടാണ് ജയിച്ചത് എന്ന് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ പറയട്ടെ എന്നും അങ്ങനെ പറഞ്ഞാൽ താൻ സമ്മതിക്കാമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. BJPയെ വിമർശിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ CK പത്മനാഭനും രംഗത്തെത്തി. കേരളത്തിൽ BJP ഒരിടത്തും എത്തിയിട്ടില്ലെന്നും നേതാക്കൾ ഈഗോ അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ പാർട്ടി വളരുകയുള്ളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒത്തൊരുമയോടെ നിന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലേക്കും BJPക്ക് ഒരു വളർച്ചയുണ്ടാകുമെന്നും CK പത്മനാഭൻ വിമർശിച്ചു. പാലക്കാട്ടെ തോൽവിയുടെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത പരാജയം നേരിട്ടതിന് പിന്നാലെ K. സുരേന്ദ്രനും C. കൃഷ്ണകുമാറിനും എതിരെ വീണ്ടും പാർട്ടി വിട്ട സന്ദീപ് വാര്യർ രംഗത്ത് വന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് കൃഷ്ണകുമാർ വിരുദ്ധ തരംഗമാണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം തന്നെ BJPക്ക് തിരിച്ചടിയായി. സംസ്ഥാന പ്രസിഡന്റും V. മുരളീധരനും കൃഷ്ണകുമാറും ചേർന്ന കോക്കസാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരം ജനാധിപത്യ മര്യാദയില്ലാതെയാണ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചു. പാലക്കാട് BJPയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നെന്നും കോൺഗ്രസ് നേതാവ് കുറ്റപ്പെടുത്തി. K. സുരേന്ദ്രൻ നേരിട്ടാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം BJPയിൽ ഉണ്ടായ പൊട്ടിത്തെറിയെക്കുറിച്ചിട്ട് അഭിപ്രായം പറയുന്നില്ലെന്നും BJP മുൻ നേതാവ് പറഞ്ഞു. സംസ്ഥാന നേതൃത്വമാണ് എല്ലാത്തിനും പിഴവെന്നാണ് എല്ലാവരും പറയുന്നത്. അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സ്ഥാനാർത്ഥിയും BJPയുടെയും അവകാശവാദം സന്ദീപ് വാര്യർ തള്ളി. ഓരോ ബൂത്തിൽ നിന്ന് 30 മുതൽ 50 വരെ കേഡർ വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഏകാധിപത്യപരമായ ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കുക, ഇത് മറ്റുള്ളവർ അന്ധമായിട്ട് അനുസരിക്കുക എന്ന രീതിയാണ് BJPയിൽ നടക്കുന്നതെന്നും സന്ദീപ് ആരോപിച്ചു. BJP CPM അന്തർധാര വ്യക്തമായ തെരഞ്ഞെടുപ്പാണിത്. K. സുരേന്ദ്രൻ അടക്കം തെരഞ്ഞെടുപ്പിനിടയിൽ നടത്തിയ വർഗീയ പ്രചാരണത്തിനെതിരെ ഒരു വാക്ക് CPM നേതൃത്വം മിണ്ടിയിട്ടില്ല. BJP സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു വിമർശനവും CPM നടത്തിയിട്ടില്ലെന്നും സന്ദീപ് പറഞ്ഞു. BJPക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ CPMനെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഒരു സമുദായത്തിന്റെ 2 പത്രങ്ങൾ പരസ്യം കൊടുത്തത് CPMന് ജയിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല എന്നും വ്യക്തമാണെന്നും സന്ദീപ് പറഞ്ഞു.